നമസ്കാരം. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഇരട്ട തുരങ്കപാത പദ്ധതിക്ക് സുപ്രീം കോടതി വിധിയിലൂടെ നിയമസാധുത ലഭിച്ചിരുന്നെങ്കിലും മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ വൻ മണ്ണിടിച്ചിൽ ഈ പദ്ധതിയുടെ പ്രായോഗിക സുരക്ഷയെക്കുറിച്ച് അതീവ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. താമരശ്ശേരി ചുരത്തിന് ബദലായി വരുന്ന ഈ പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതി ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി തള്ളിയപ്പോൾ മുന്നോട്ട് വെച്ച കർശനമായ നിബന്ധനകൾ പാലിച്ചില്ല എന്നാണ് കണ്ണാടിയിലെ മണ്ണിടിച്ചിലൂടെ പുറത്തുവരുന്നത്. കള്ളാടിയിൽ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും തുരങ്കപാതയുടെ മണ്ണ് അശാസ്ത്രീയമായി കൂട്ടിയിട്ടുവെന്നും മന്ത്രി ടി സിദ്ദിഖ് ആരോപിക്കുന്നുണ്ട്. കൂട്ടിയിട്ട മണ്ണ് നീക്കാൻ 17 ദിവസം മുൻപ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും വ്യക്തമാക്കി. ജില്ലാ കളക്ടർ കഴിഞ്ഞ മാസം 20-ന് മണ്ണ് മാറ്റാൻ ഉത്തരവിറക്കി. എന്നാൽ കരാറുകാർ നിർദ്ദേശം പാലിച്ചില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് ഈ പദ്ധതിക്ക് അനുമതി നൽകിയത് ഉയർന്ന ജനസാന്ദ്രതയും ഗതാഗത കുരുക്കും നേരിടുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു ജീവരേഖയാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ്. വന്യജീവികളെ സംരക്ഷിക്കാൻ കാടുകൾ വെട്ടിപ്പൊളിക്കുന്നതിനേക്കാൾ തുരങ്കപാതയാണ് നല്ലതെന്നും കോടതി വിലയിരുത്തിയിരുന്നു. പദ്ധതിയുടെ പാരിസ്ഥിതിക ആശങ്കകൾ യാന്ത്രികമായ തീരുമാനങ്ങളല്ലെന്നും വിദഗ്ധരും എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞരും കൃത്യമായി പരിശോധിച്ചതാണെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇതിനൊപ്പം തന്നെ നിർമ്മാണ വേളയിൽ പ്രൊജക്ട് അധികൃതർ പാരിസ്ഥിതിക നിബന്ധനകൾ അണുവിട തെറ്റാതെ പാലിക്കണമെന്നും വീഴ്ചയുണ്ടായാൽ ഹർജിക്കാർക്ക് ദേശീയ ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കാമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ വെറും 60 മീറ്ററോളം മാത്രം തുരങ്കം നിർമ്മിച്ച പ്രാരംഭഘട്ടത്തിൽ തന്നെ കള്ളാടിയിലുണ്ടായ വൻ മണ്ണിടിച്ചിൽ ഒരു പ്രകൃതി ദുരന്തമല്ല, മറിച്ച് പൂർണ്ണമായി മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് പുറത്തുവരുന്ന ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാകുന്നു. പദ്ധതി പ്രദേശത്ത് അശാസ്ത്രീയമായി മണ്ണും അവശിഷ്ടങ്ങളും കൂട്ടിയിട്ടത് കാരണം മഴക്കാലത്ത് സോയിൽ പൈപ്പിംഗ്, സ്ലോപ്പ് സ്റ്റെബിലിറ്റി എന്നീ പ്രതിഭാസങ്ങൾ മൂലം വലിയ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജൂൺ 25-ന് ചേർന്ന അവലോകന യോഗത്തിൽ നിർമ്മാണ ചുമതലയുള്ള കൊങ്കൺ കമ്പനിക്ക് നൽകിയ ഈ കർശനമായ സുരക്ഷാ നിർദ്ദേശങ്ങളുടെ ഔദ്യോഗിക മിനിറ്റ്സ് പൊതുമരാമത്ത് വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ചെറിയ മഴ പെയ്താൽ പോലും വൻ അപകടമുണ്ടാകുമെന്ന് യോഗങ്ങളിലും അല്ലാതെയും പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് നീക്കം ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥർക്കും കമ്പനിക്കും കടുത്ത പാളിച്ചയുണ്ടായി. നിർദ്ദേശങ്ങൾ അവഗണിച്ച് മുന്നോട്ടു പോയ കമ്പനിയുടെ നടപടി അതീവ ഗൗരവത്തോടെ കാണുമെന്നും ടൗൺഷിപ്പിലും ഇത്തരത്തിൽ അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടുണ്ടെന്നും മന്ത്രി ടി സിദ്ദിഖ് വ്യക്തമാക്കുന്നുണ്ട്. ദുരന്തത്തിന് പിന്നാലെ കോഴിക്കോട് തുരങ്കപാത നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ പ്രവൃത്തികൾ തൽക്കാലത്തേക്ക് പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുമുണ്ട്. മുതിർന്ന അഭിഭാഷകൻ ശ്യാം ദിവാൻ വഴി വയനാട് പ്രകൃതി സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ എത്രത്തോളം ശരിയായിരുന്നുവെന്നാണ് കള്ളാടി ദുരന്തം അടിവരയിടുന്നത്. 400ഓളം മനുഷ്യരുടെ ജീവനെടുത്ത മുൻകാല ഉരുൾപൊട്ടലുകൾ നടന്ന അതീവ പരിസ്ഥിതി ലോലമായ പശ്ചിമഘട്ട മലനിരകളിൽ വലിയ തോതിലുള്ള യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം താങ്ങില്ല എന്ന് തന്നെയായിരുന്നു സമിതിയുടെ പ്രധാന വാദം. പദ്ധതിയുടെ പാരിസ്ഥിതിക ഘടന വിലയിരുത്തൽ സംസ്ഥാന തലത്തിലല്ല കേന്ദ്ര തലത്തിലാണ് നടക്കേണ്ടിയിരുന്നതെന്നും സമിതി വാദിച്ചു. സാങ്കേതികവും നിയമപരവുമായ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വന്ന വീഴ്ച തന്നെയാണ് ഇപ്പോൾ കള്ളാടിയിൽ ദൃശ്യമായിരിക്കുന്നത്. കള്ളാടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതി പ്രവർത്തകനായ ഹമീദ് അലി വാഴക്കാട് ഉന്നയിച്ച വിമർശനങ്ങളും കൂടുതൽ പ്രസക്തമാവുകയാണ്. പശ്ചിമഘട്ടത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചോ ഇവിടുത്തെ മണ്ണിന്റെ ഘടനയെക്കുറിച്ചോ യാതൊരു ധാരണയില്ലാത്ത ഏജൻസികൾ തയ്യാറാക്കുന്ന ചുട്ടെടുത്ത പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വലിയ നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പുത്തുമല, മുണ്ടക്കൈ, നിലമ്പൂർ, ചാലിയാർപ്പാറ, ഭൂദാനം തുടങ്ങിയ ഇടങ്ങളിലെ മുൻകാല ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. വികസനം അനിവാര്യമാണെങ്കിലും അത് അഴിമതിയില്ലാതെ സത്യസന്ധമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടുള്ളതാകണം. കൃത്യമായ അടിത്തറയും ശാസ്ത്രീയതയും ഇല്ലാതെ മുന്നോട്ട് പോയാൽ നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമെന്നും മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പണിയാണെങ്കിൽ മനുഷ്യജീവന് നാശനഷ്ടം വരാത്ത രീതിയിലാകണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു.